കാര്യങ്ങൾ അയാൾ ചെയ്യണം, അയാളുടെ ഇബാദത്തുകൾ അയാൾ ചെയ്യണം. അതോടൊപ്പം അയാൾ സൽസ്വഭാവം കാണിച്ചാൽ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ദർജ അയാൾക്ക് കിട്ടും. അപ്പോ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഖാല അതാഉൻ, മഹാനായ അതാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, തഫഖദു ഇഖ്വാനകും ബഅദ സലാത്ത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പഠിപ്പിക്കുന്ന ഈ കാര്യം നമ്മൾ ആരും ജീവിതത്തിൽ പകർത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ നാട്ടിൽ ഐക്യമുണ്ടാകും, സ്നേഹമുണ്ടാകും, സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. മഹാനവറുകൾ പറയാണ്, തഫഖദു ഇഖ്വാനകും ബഅദ സലാസിൻ. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ അന്വേഷിക്കണം. 3 ദിവസമായിട്ട് നമ്മുടെ സുഹൃത്തിനെ കാണാനില്ല, അല്ലെങ്കിൽ 3 ദിവസമായിട്ട് പള്ളിയിൽ വരുന്ന ആ സഹോദരനെ കാണാനില്ല, അന്വേഷിക്കണം. അവരൊരു പക്ഷേ രോഗികളായിരിക്കാം, നിങ്ങൾ അവരെ പോയി സന്ദർശിക്കണം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും തിരക്കിട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പൊ നിങ്ങൾ അവരെ പോയി സഹായിക്കണം. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഒരു 3 ദിവസം കൂടുമ്പോ അവരെ കുറിച്ച് അന്വേഷിക്കുക, ഒന്ന് ഫോൺ ചെയ്തിട്ട് എവിടെ കാണുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. അവർക്കും തോന്നാണ് അവനെന്നെ പരിഗണിച്ചല്ലോ, അവനോട് സ്നേഹമുണ്ടല്ലോ എന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അവൻ നമ്മെ സഹായിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും തീരുമാനിച്ചാൽ സമൂഹത്തിൽ എവിടെ അനൈക്യം, എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നവനാവട്ടെ, അവൻ ഏത് വിശ്വാസം വിശ്വസിക്കുന്നവനാവട്ടെ, നമ്മുടെ സുഹൃത്താണോ, നമ്മുടെ സഹോദരനാണോ, അവന് 3 ദിവസം കണ്ടില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. നമ്മൾ ആരെങ്കിലും ആ വിഷയം ശ്രദ്ധിക്കാറുണ്ടോ, നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇത് നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈഗോ പ്രശ്നം സമ്മതിക്കില്ല. ഞാനിപ്പോ അവനെ വിളിച്ചാൽ അവനെന്ത് കരുതും, ഞാൻ അവന്റെ മുമ്പിൽ ചെറുതായി പോകില്ല, അവന്റെ മുമ്പിൽ ഞാൻ ചെറുതായി പോകില്ല എന്ന വിചാരമാണ് നമ്മൾ. അവർ വേണം ഇങ്ങോട്ട് വിളിച്ചോട്ടെ, അവൻ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് നല്ല മനസ്സിന്റെ ലക്ഷണമല്ല, അത് ശുദ്ധമായ മനസ്സിന്റെ ലക്ഷണമല്ല. അതാഹു പറയാണ്, 3 ദിവസം നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവനെ നിങ്ങൾ അന്വേഷിക്കണം. ഒരുപക്ഷെ അവൻ രോഗിയായിട്ട് വരാൻ കഴിയാതിരിക്കുകയായിരിക്കും, അപ്പൊ അവനെ പോയി സന്ദർശിക്കും. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും തിരക്കിട്ട ജോലിയിലായിരിക്കും, അപ്പൊ അവനെ സഹായിക്കുക. അല്ലെങ്കിൽ അവൻ നിന്നെ മറന്നിട്ടുണ്ടാവും, അപ്പൊ നിന്നെ ഓർമ്മിച്ചോട്ടെ, അവനൊന്ന് ഓർത്തോട്ടെ. ഇത്രമാത്രം സുന്ദരമായ കാര്യം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഹബീബായ തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. ഇത് കണ്ടപ്പോ ഹബീബായ തങ്ങൾ ചോദിച്ചു, അല്ലയോ ഇബ്നു ഉമറേ, എന്തിനാണ് നിങ്ങൾ ഈ സദസ്സിലിരുന്നുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്? ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അഹബബതു റജുലൻ ഫാന അത്ലുബുഹു വലാ അറാ. അല്ലയോ നബി തങ്ങളെ, ഞാൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്റെ അടുത്ത സുഹൃത്താണ്, എന്റെ സഹോദരനാണ്. അയാൾ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്, പക്ഷെ അയാൾ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉത്കണ്ഠയോടുകൂടി, ആശങ്കയോടുകൂടി അയാൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുകയാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന വേദിയിലാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു സുഹൃത്തിന്, എന്റെ സുഹൃത്തിനെ അവിടെ കാണാനില്ല, അതുകൊണ്ട് ഞാൻ അയാൾ അന്വേഷിക്കുക. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും എന്റെ സുഹൃത്ത്, അയാൾ കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്, ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ എത്രമാത്രം സ്നേഹം കാണിക്കണം സഹോദരന്മാർക്കിടയിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് തന്റെ സുഹൃത്തിനെ അന്വേഷിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇദാ അഹബബത അഹദൻ ഫസൽഹു അൻ ഇസ്മിഹി വസ്മി അബീഹി വൻ മൻസിലിഹി ഫഇദാ കാന മരീദൻ ഉദുഹു വഇദാ കാന മശ്ഗൂലൻ അൻതഹു. അപ്പൊ നീ ഒരു സുഹൃത്തിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിനക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അയാളുടെ എല്ലാ ഡീറ്റെയിലും നിനക്കറിയണം, അയാളുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയണം. അയാളുടെ വീട് എവിടെയാണ്, അയാളുടെ അഡ്രസ് എവിടെയാണ്, വിലാസം എവിടെയാണ്, അതൊക്കെ നമുക്കറിയണം. കാരണം അഥവാ അയാൾ രോഗിയായി വീട്ടിൽ കിടക്കുകയാണെങ്കിൽ നിനക്ക് പോയി സന്ദർശിക്കാലോ. അത് നിനക്ക് വലിയ ഒരു സ്വർഗത്തിലേക്കുള്ള വലിയൊരു പാതയായി അത് നിന്റെ മുമ്പിൽ തുറക്കപ്പെടുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മുഅ്മിനീകളാക്കി നമ്മെ മാറ്റുമാറാവട്ടെ.
അത്തരം ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ അല്ലാഹു നൽകുമാറാവട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, മൻ അഹബ്ബുന്നാസി ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? അദ്ദേഹം പറഞ്ഞു, ഖാല ജലീസി, എന്റെ സദസ്സിൽ എപ്പോഴും ഇരിക്കുന്ന ആളാണ് എനിക്കിഷ്ടം. അല്ലാതെ എവിടെയെങ്കിലും ഉള്ള ആളല്ല, എവിടെയെങ്കിലും ഉള്ള ആളല്ല. എന്റെ സദസ്സിൽ എപ്പോഴും ഇരിക്കുന്ന, എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകളെയാണ് എനിക്കിഷ്ടം. കാരണം അവരെ സഹായിക്കാനും അവരിങ്ങോട്ട് സഹായിക്കാനും കൂടുതൽ സാധ്യതയുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. അല്ലേ? ഒരു ആവശ്യത്തിന് നമ്മെ സഹായിക്കുന്ന സുഹൃത്താണ് യഥാർത്ഥ സംസ്കാരം പോലെ, നോമ്പ് പോലെ നിനക്ക് കൂലി ലഭിക്കുന്ന ഒരു കാര്യമാണ് നിന്റെ സുഹൃത്തിനെ നീ സഹായിക്കല്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവർക്കിടയിൽ പരസ്പരം സ്നേഹവും കരുണയും സന്തോഷവും ഐക്യവും സമാധാനവും ഉള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ. അല്ലാത്തവരെ അവരെ കുറിച്ച് മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലദീന മഅഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്ത മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹം കാണിക്കുന്നവരാണ്, കരുണ കാണിക്കുന്നവരാണ്. അല്ലാത്തവരെ കുറിച്ച് മുഅ്മിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നീ മുഅ്മിനാണോ? നിന്റെ സഹോദരനെ നീ അവനോട് നീ കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണം, അവനെ കുറിച്ച് നീ അന്വേഷിക്കണം, അവനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കണം, രോഗം ഉണ്ടാകുമ്പോൾ അവനെ സന്ദർശിക്കണം, അവന് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുമ്പോൾ അവൻ നീ സഹായം ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ നീ മുഅ്മിനാവുകയുള്ളൂ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൂന്നാമത് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ബാധ്യത, ഫിൽ ലിസാനി, നീ നാവ് കൊണ്ട് ചില ബാധ്യതകൾ കാണിക്കണം. നീ നാവ് കൊണ്ട് ചില ബാധ്യതകൾ കാണിക്കണം. നാവ് കൊണ്ട് കാണിക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്? ഒരു വട്ടം നീ മിണ്ടാതിരിക്കണം, ചിലപ്പോൾ സംസാരിക്കുകയും വേണം. അങ്ങനെ നിങ്ങൾക്കിടയിലുള്ള സൗഹൃദം, നിങ്ങൾക്കിടയിലുള്ള ബന്ധം സ്ഥിരപ്പെടുത്താൻ നീ മിണ്ടാതിരുന്ന മാത്രം പോരാ, നീ ഇടയ്ക്ക് സംസാരിക്കുകയും വേണ്ടി വരും. എന്ത് നമുക്കറിയാം, നമ്മെ ആരെങ്കിലും പുകഴ്ത്തിയാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മെ ആരെങ്കിലും പുകഴ്ത്തിയാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ